ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം ഞാൻ ഇന്ന് സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും ഷറഫുദ്ദീൻ്റെയും സിനിമയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതാ പടക്കളം. പക്ഷേ ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. പക്ഷേ ഇനി റിവ്യൂ ഇട്ടിട്ടും കാര്യമില്ല. പക്ഷേ എന്തായാലും ഞാൻ കാണാൻ പോകുന്നു, അങ്ങനെ അങ്ങ് റിവ്യൂ ഇടുന്നതാണ്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത് ഈ സിനിമ കാണാൻ വേണ്ടി. അതുകൊണ്ട് ഈ മാസം അവസാനം മെയ് 31 ഞാൻ സിനിമ ബുക്ക് ചെയ്തത്. ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഏരിയസ് പ്ലസിൽ ടിക്കറ്റ് ഉണ്ട്. ഒരു 10-ൽ കൂടുതൽ പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോയി സിനിമ കാണാൻ തോന്നിയത്. അല്ലെങ്കിൽ ഒരാളായിട്ട് പോയ ഷോ നടത്തൂല. അതുകൊണ്ടാണ് ഞാൻ മിനിമം ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിലേ ഷോ നടത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത്ര ആളുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്തായാലും കാണാൻ പോകാമെന്ന് വിചാരിച്ച് പടക്കളം കാണാൻ വന്നിട്ടുണ്ട്. നല്ലൊരു കോമഡി മൂവി എന്നാണ് എല്ലാവരും കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് കണ്ടപ്പോഴും പറഞ്ഞ് പോയി കാണാൻ പറ്റിയ സിനിമ തന്നെ, നല്ലൊരു കോമഡിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സിനിമ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇനി ഏരിയസ് പ്ലസിൻ്റെ അകത്ത് കയറാം. ഇപ്പോൾ ഇന്ന് ഞാൻ OD 6 ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, വന്ന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ടിക്കറ്റിൻ്റെ അകത്ത് കയറി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പറയാം. ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതാണ് ടിക്കറ്റ് വരുന്നത്, OD 6 പടക്കളം. അപ്പോൾ നമുക്കിനി നേരെ ടിക്കറ്റിൻ്റെ അകത്ത് കയറാം. ഇനിയിപ്പോൾ ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലേ. അപ്പോൾ എല്ലാ റിവ്യൂസും വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ റിവ്യൂ ഇട്ടിട്ടും കാര്യമില്ല. പക്ഷേ എന്തായാലും ഞാൻ കാണാൻ പോകുന്നുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ സിനിമ ഇറങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഇറങ്ങി. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് കയറി ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഇത് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇത് എക്സാം കഴിഞ്ഞിട്ട് കാണാൻ വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ മാസം അവസാനം ടിക്കറ്റ് ഉണ്ടായിരുന്നു ഏരിയസ് പ്ലക്സിൽ തന്നെ. അപ്പോൾ എന്തായാലും വന്ന് കാണാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് ഞാൻ OD 6 കയറുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ OD 6 കയറിയത് ഹലോ മമ്മി കാണാനാണെന്ന് തോന്നുന്നു. അന്നും ഷറഫുദ്ദീൻ്റെ സിനിമ ഞാൻ OD 6 ഇരുന്ന് കണ്ട. അപ്പോൾ ഇന്നും ഷറഫുദ്ദീൻ്റെ സിനിമ പടക്കളം OD 6 ഞാൻ ഇരുന്ന് കാണുന്നത്. സെയിം സീറ്റ് തന്നെ, H സെക്ഷനിൽ 8 സീറ്റ് നമ്പർ. അതേ സെയിം സീറ്റ് തന്നെ ബുക്ക് ചെയ്തത്. ആരുമില്ല. പക്ഷേ ഈ സിനിമ അങ്ങനെ സീറ്റിൻ്റെ ആരുമില്ലെന്ന് കണ്ട് ഈ സിനിമയുടെ വില എഴുതല്ലേ. ഈ സിനിമ ഇറങ്ങിയിട്ട് തന്നെ ഒരു മാസത്തിൽ കൂടുതലായി. അതുകൊണ്ടാണ് ഇത്ര അവസാനം ഇനി കുറച്ച് പേരൊക്കെ കാണാവുള്ളൂ. അത്രയും ആൾക്കാർ സിനിമയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് ഒരു 10-ൽ 20 പേര് എന്തായാലും ഈ ഷോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നല്ലൊരു കോമഡി സിനിമ എക്സ്പെക്ട് ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂസിലാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടാണെങ്കിൽ പോലും നല്ല സിനിമയാണ്, പോയി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ സിനിമ ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇൻ്റർവെല്ലായിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ കേസ് പടം ഇൻ്റർവെല്ലായിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വിചാരിച്ച പോലെ നല്ലൊരു കോമഡി സിനിമ എന്ന് തന്നെ പറയാം. കോമഡിക്ക് പുറമെ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ സിനിമയിനകത്തുണ്ട്. കൂടുതൽ ഇംഗ്ലീഷ് സിനിമയിൽ ജുമാൻജി ആ ടൈപ്പ് മൂവീസൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പിൽ ഒരു ഗെയിം പോലെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഗെയിമല്ല, പക്ഷേ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഒരു നിഗൂഢതയും ഒരു മന്ത്രവാദമൊക്കെ കാണിച്ച് ആ ഒരു ഗെയിം സെക്ഷൻ പോലെയാണ് ഈ സിനിമ മൊത്തത്തിൽ പോകുന്നത്. ഇൻ്റർവെല്ലിൽ വരുന്ന ആദ്യം ഒരു കുറച്ച് നേരം കോമഡി ആണെങ്കിൽ പോലും ബാക്കി സെക്ഷനിലാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഒരു പടത്തിൻ്റെ ലെവൽ തന്നെ മാറിപ്പോകുന്നുണ്ട് ഈ ഒരു സീന് വരുമ്പോൾ. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഫുൾ കോമഡിയും കോളേജ് ലൈഫൊക്കെ കാണിച്ച് അങ്ങനെ പോകുന്നത്. പക്ഷേ കോളേജ് ലൈഫ് നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് അത് മെയിൻലി കാണിച്ചിട്ടുള്ളത്. കോളേജിൽ നടക്കുന്ന HODയും നമ്മുടെ ഇതൊക്കെ പ്രശ്നമായിട്ടാണ് കാണിക്കുന്നത്. അതിനകത്ത് കോളേജ് ലെക്ചറായിട്ടാണ് ഷറഫുദ്ദീനും സുരാജും വരുന്നത്. അതിൻ്റെ കൂടെ ഈ സ്റ്റുഡൻസ് ആയിട്ടാണ് നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന പയ്യന്മാരൊക്കെ സ്റ്റുഡൻസ് ആയിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും രീതികളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇൻ്റർവെല്ലിൽ നോക്കുക എന്ന് പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ടാണ് ഇൻ്റർവെൽ പഞ്ച് കൊണ്ട് വെച്ചിരിക്കുന്നത്. നല്ലൊരു രസം തന്നെ പറയാം. എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പടത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് എനിക്ക് തോന്നുന്നു 2 മണിക്കൂറാണെന്ന് തോന്നുന്നു. 2 മണിക്കൂർ 4 മിനിറ്റാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ 2 മണിക്കൂർ 4 മിനിറ്റ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇൻ്റർവെൽ വരെ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒട്ടും ബോർ അടുപ്പിച്ചില്ല ഫസ്റ്റ് ഹാഫ്. നല്ല കോമഡി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ ആക്ടിങ് ആയാലും സുരാജിൻ്റെ ആക്ടിങ് ആയാലും നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു കോമഡി രീതിയിൽ സുരാജൊക്കെ ചെയ്തിട്ടുള്ളത്. പഴയ ടൈപ്പ് സുരാജ് കോമഡീസൊക്കെ ഇതിനകത്തുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് ഈയിടെയൊക്കെ ആയിട്ട് സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പുറമെ നല്ലൊരു കോമഡി രീതിയിലൊക്കെയാണ് സുരാജ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരുടെ ആക്ടിങ് ആയാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഷറഫുദ്ദീൻ്റെ ആക്ടിങ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ ഇതിനു മുമ്പത്തെ ഹലോ മമ്മിയാണെന്ന് തോന്നുന്നത് സിനിമ. അതിൽ അതേ ടൈപ്പ് കോമഡി ആയിട്ടും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ
കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡാണെന്ന് പറയാം, എന്നാലും പക്ഷേ കോമഡി രീതിയിലൊക്കെ കൊണ്ട് നിർത്തിയിട്ടുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു കോമഡി സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫിൽ ഒരു എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു 5-ൽ 4 കൊടുക്കുക. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു അരമണിക്കൂർ മാത്രം കുറച്ച് ലാഗ് അടുപ്പിച്ചെന്ന് പറയാം, ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ഒട്ടും ബോറടി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും ഞാൻ ഇനി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഗൈസ്, ഞാൻ സെക്കൻഡ് ഹാഫും കണ്ട് തീർന്നിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫ് നല്ല ത്രില്ലിങ്ങും നല്ല എന്തു പറയുക, ത്രില്ലിംഗ് ആണെന്ന് പറയുന്നില്ല, ത്രില്ലർ മൂവി എന്നൊന്നും പറയുന്നത്, പക്ഷേ നല്ലൊരു കോമഡിയും എന്തു പറയുക, ഒരു ജുമാൻജി സിനിമയൊക്കെ അല്ലേ, ഇംഗ്ലീഷ് സിനിമയിലെ ഒരു ഗെയിം ടൈപ്പ് മൂവിയാണ് അത് മെയിൻലി കാണിച്ചിരിക്കുന്നത്. ഒരു ഗെയിമിനകത്ത് അകപ്പെടുന്നു, അതിനകത്ത് നിന്ന് ലൂപ്പ് എന്ന് പറയുമ്പോൾ ട്രാപ്പിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതിയൊക്കെയാണ് അത് കാണിച്ചിട്ടുള്ളത്. ആ ഗെയിമിൻ്റെ രീതിയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ OTT വരുമ്പോൾ എന്തായാലും പോയി കാണുക. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത ആഴ്ച എന്തായാലും ഈ സിനിമ OTT ഇറങ്ങും. എനിക്ക് ബസ് സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയെന്ന് പറയാം. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ഥിരം കണ്ടും മടുത്തൊരു സ്റ്റോറി തന്നെ, എന്നാലും ഒരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. ഞാൻ വെറുതെ വന്ന് കണ്ട ഒരു സിനിമയാണ്. എനിക്ക് എന്തായാലും പൈസ വേസ്റ്റായില്ല. ഞാൻ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് വല്ലതും കിട്ടി ഈ സിനിമയുടെ അകത്ത് നിന്ന്. വേസ്റ്റ് ഓഫ് മണി ആയിട്ടില്ല ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി. എന്തായാലും നല്ലൊരു സിനിമയെന്ന് തന്നെ പറയാം. ഒട്ടും ബോറടിപ്പിച്ചില്ല. സത്യം പറഞ്ഞാൽ പടത്തിന് 2 മണിക്കൂർ ലെങ്ത്തേ ഉള്ളൂ, അത്രയും മതി ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ. കൂടുതൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിച്ച് നീട്ടല്ല ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ, എങ്കിലാണ് ആ സിനിമയുടെ ഒരു എന്തു പറയുക ഇത് പോകുന്നത്. ഒരു സിനിമയുടെ മാക്സിമം ലെങ്ത്ത് എന്ന് 2 മണിക്കൂർ 2.25 മണിക്കൂർ അത്രയും മതി. അത്രയും കൊണ്ട് തന്നെ ഒരു സിനിമ തീർക്കാം. അതാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ 2 മണിക്കൂറേ സിനിമയ്ക്കകത്ത് ലെങ്ത്ത് വരുന്നുള്ളൂ, അത്രയും മതി ഈ സിനിമ എന്ന് പറഞ്ഞാൽ. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒട്ടും ലാഗും അടുപ്പിച്ചില്ല. നല്ലൊരു സ്ലോ എന്ന് പറയില്ല, നല്ലൊരു ഒഴുകി നടക്ക് കാണുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അടുത്ത എന്താവും എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റി. അപ്പം ഞാൻ സ്ഥിരം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണാത്തൊരാൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ പോയി കാണുക, അല്ലെങ്കിൽ OTT വരുമ്പോഴും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും എല്ലാവർക്കും. ആർക്കും അങ്ങനെ ബോറടി എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ കാണുമ്പോഴത്തേക്ക് ആർക്കും അങ്ങനെ ബോറടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടെങ്കിൽ, കാണാത്തൊരാൾക്കാരാണെങ്കിൽ പോയി മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഇരുന്ന് കാണുക. അല്ലാത്ത പക്ഷം OTT വരുമ്പോഴും ഇരുന്ന് കാണുക. എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ TV-യിൽ ഒന്നാലും ഇത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ എന്ന് പറയാം. മെയിൻ ത്രെഡെന്ന് പറഞ്ഞ ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിഹാസ സിനിമയിലില്ലേ ഈ നമ്മുടെ രൂപം മാറ്റം, അതുപോലെ ഇതിനകത്തൊരു മൈൻഡ് എല്ലാവർക്കും 2-3 പേർക്ക് മാറി ഒരാളുടെ മൈൻഡ് മറ്റേ ആൾക്ക് കിട്ടും. അങ്ങനെയാണ് ഈ സിനിമയുടെ മെയിൻലി കഥ ഗെയിം പോകുന്നത്. അവസാനം അവർക്ക് തിരിച്ച് അവരുടെ സ്വയം രൂപത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ സിനിമയിൽ മെയിൻലി കാണിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഡിക്റ്റബിൾ തന്നെ നമുക്ക് എല്ലാ സീനും, പക്ഷേ എന്നാലും നമുക്കൊരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയിൽ. എനിക്കെന്തായാലും പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ സിനിമ മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു 10-ൽ 8.5 കൊടുക്കുക. എന്തായാലും അത്രയും നല്ല ചിരിക്കാനും ഉണ്ട്, നല്ല രീതിയിൽ ചിരിക്കാനും ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സുരാജിൻ്റെ കോമഡി ആയാലും ഷറഫുദ്ദീൻ്റെ കോമഡീസ് ആയാലും ഉണ്ട്. ഷറഫുദ്ദീൻ്റെ കോമഡീസ് ഒന്നും ഇല്ല, എന്നാലും പറയാം അയാളുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇറങ്ങുന്ന റിവ്യൂസൊക്കെ അന്നിടാൻ നോക്കാം. ഈ സിനിമ ഇനി ഇറങ്ങിയിട്ട് ഒരു മാസം, ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഈ സിനിമയുടെ റിവ്യൂ ഇടാൻ. ഇനി ഇട്ടിട്ടും കാര്യമില്ല, പക്ഷേ എന്നാലും ഞാൻ റിവ്യൂ അങ്ങ് ഇടുക. ഞാൻ ഫസ്റ്റ് കാണുന്ന സിനിമേഴ്സൊക്കെ അപ്പോൾ തന്നെ റിവ്യൂസ് അങ്ങ് എടുത്തിടും. ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും ഞാൻ റിവ്യൂ അങ്ങ് എടുത്തിടും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.